ഇന്ന് ഞാനിവിടെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം ഉണ്ടാക്കുന്നതാണ് കാണിക്കാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ 3 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. ഇത് കുറച്ചധികം വെള്ളം ഒഴിച്ച് 2 മണിക്കൂർ കുതിരാനായിട്ട് വെക്കും. 2 മണിക്കൂർ കഴിഞ്ഞ് ഇത് നന്നായിട്ട് വാഷ് ചെയ്ത് ഡ്രെയിൻ ചെയ്ത് എടുത്തിട്ടാണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. പച്ചരിയാണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ഈ അപ്പത്തിലും ഞാൻ ഈസ്റ്റ് ഒന്നും ചേർക്കത്തില്ല. എന്നാൽ വളരെ സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് അപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഇതിവിടെ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിത് നല്ലതുപോലെ വാഷ് ചെയ്ത് ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുവാണ്. മിക്സിയുടെ അരയ്ക്കുന്ന ജാർ എടുത്തിട്ട് അതിലേക്ക് ഈ അരിയുടെ പകുതി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇതിവിടെ ഞാൻ നന്നായിട്ട് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ബാക്കിയിരിക്കുന്ന അരിയും ഇതുപോലെ തന്നെ ഇട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ അരച്ചെടുക്കാം. നമ്മൾ അരച്ചെടുക്കുമ്പോൾ വെള്ളം ഒട്ടും കൂടരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ അരച്ച് വെച്ചിരിക്കുന്ന മാവിൽ നിന്ന് ഞാനിവിടെ 1 കപ്പ് മാവ് മാറ്റുവാണ്. ഞാൻ 250 ml കപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ഞാൻ മാറ്റി വെച്ചിട്ട് ബാക്കി മാവ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കാണ്. ഇത് ബാക്കിയിരുന്ന അരി അരച്ചെടുത്തതാണ്. അതും 1 കപ്പ് വെള്ളം ചേർത്ത് തന്നെയാണ് അരച്ചെടുത്തിരിക്കുന്നത്. അത് ഈ അരച്ചെടുത്ത മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ മാറ്റി വെച്ചിരിക്കുന്ന 1 കപ്പ് മാവ് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ഗ്യാസ് ഓൺ ചെയ്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്കിനി ഈ മെഷർമെൻറ്റ് കപ്പിൽ തന്നെ 2 കപ്പ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഗ്യാസ് ഓൺ ചെയ്ത് ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കി ഇത് കപ്പി കാച്ചുവാണ് ചെയ്യുന്നത്. അതായത് അപ്പത്തിന് നല്ല മാർദ്ദവം കിട്ടാനാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. പെട്ടെന്ന് ഇത് ഫ്ലെയിം കൂട്ടി കൊടുക്കരുത്. ഇത് ലോ ഫ്ലെയിമിലിട്ട് തന്നെ ഇളക്കി ഇത് വേവിച്ചെടുക്കണം. അടിക്ക് പിടിക്കാതെ കൈയെടുക്കാതെ തന്നെ നമ്മളിത് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതിവിടെ കുറുകി നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം ഇത് നല്ലതുപോലെ തണുക്കാനായിട്ട് വെക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കപ്പ് നല്ല ഫ്രഷ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഈ മിക്സിയുടെ ജാറിലേക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. ഇതിനോടൊപ്പം തന്നെ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന മാവ് ഇവിടെ നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. ഇത് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇത് തേങ്ങയും ആ വേവിച്ച മാവും കൂട്ടിയിട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ച് അരച്ചെടുത്തതാണ്. ഈ 1 കപ്പെന്ന് ഞാനിവിടെ എല്ലാം മെഷർ ചെയ്തെടുത്തത് 250 ml കപ്പാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഈ അരച്ചെടുത്ത അരിമാവിൻ്റെ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൽ ഞാൻ ഈസ്റ്റോ ഒന്നും ചേർത്തിട്ടില്ല. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ മൊത്തത്തിൽ 5 കപ്പ് വെള്ളമാണ് യൂസ് ചെയ്തത്. 2 പ്രാവശ്യമായിട്ട് ഞാൻ അരച്ചെടുത്തപ്പോൾ ഓരോ കപ്പ് വീതം വെള്ളവും, പിന്നെ ഇത് കപ്പി കാച്ചാനായിട്ട്, അതായത് ഈ മാവ് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് 2 കപ്പ്, അങ്ങനെ ടോട്ടൽ 4 കപ്പും, പിന്നെ ആ വേവിച്ച മാവും ഈ തേങ്ങയും കൂട്ടിയിട്ട് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് വെള്ളം, അങ്ങനെ ടോട്ടൽ 5 കപ്പ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചത്. പിന്നെ ഓരോരുത്തരുടെ അരിയുടെ കട്ടി അനുസരിച്ച് വെള്ളം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇനി ഇത് പാത്രം മൂടിയിട്ട് 8 മണിക്കൂർ മാറ്റി വെക്കാം. 8 മണിക്കൂർ കഴിഞ്ഞ ശേഷമാണ് നമ്മൾ സോഡാപ്പൊടി ചേർത്ത് അപ്പം ഉണ്ടാക്കുന്നത്. ഇതിവിടെ 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ അടപ്പൊന്ന് മാറ്റി നോക്കാം. മാവ് ഇവിടെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഈ മാവ് ഒരു സ്പൂൺ കൊണ്ട് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. ഇതിലിനി ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ഞാനിത് ഉപ്പ് ചേർത്താണ് അരച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൽ നിന്നും
അപ്പം ഉണ്ടാക്കേണ്ട ആവശ്യത്തിനുള്ള മാവ് ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് അതിലാണ് നമ്മൾ സോഡാപ്പൊടി ഇടുന്നത്. ബാക്കിയിരിക്കുന്ന ഈ മാവ് അടച്ച് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാവുന്നതാണ്. ആവശ്യത്തിന് മാത്രം എടുത്ത് ആവശ്യത്തിനുള്ള സോഡാപ്പൊടിയും ഇട്ട് അപ്പം ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഈ മാവിലേക്ക് ഞാൻ 1/4 ടീസ്പൂൺ സോഡാപ്പൊടി ഇടുവാണ്. സോഡാപ്പൊടി കൂടരുത്, കൂടിക്കഴിഞ്ഞാൽ അപ്പം ഉണ്ടാക്കുമ്പോൾ ഒരു മഞ്ഞ കളർ ഉണ്ടാവും. സോഡാപ്പൊടി ഇട്ട ശേഷം ഇത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. ഇത് കണ്ടോ, ഞാൻ ഇതിലേക്ക് അഡീഷണൽ ആയിട്ട് വെള്ളം ഒന്നും ചേർത്തിട്ടില്ല. അരച്ചെടുത്തപ്പോൾ ഉള്ള വെള്ളം തന്നെയാണ്. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് സ്ട്രക്ചർ. ഇനി ഉടൻ തന്നെ നമുക്ക് അപ്പം ചുട്ടെടുക്കാം. അപ്പം ഉണ്ടാക്കാനായിട്ട് ഞാനൊരു നോൺ സ്റ്റിക്ക് അപ്പച്ചട്ടിയാണ് വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് ഓരോ സ്പൂൺ മാവ് കോരി ഒഴിച്ചിട്ട് ഇതൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മൾ അപ്പം ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഇനി ഇതിൻ്റെ അടപ്പൊന്ന് മാറ്റി നോക്കാം. അപ്പം കണ്ടോ, ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നോൺ സ്റ്റിക്ക് ചട്ടി ആയതുകൊണ്ട് ഇതിലേക്ക് നമ്മൾ ഓയിലൊന്നും ബ്രഷ് ചെയ്യണ്ട. ഇരുമ്പിൻ്റെ ചട്ടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. അപ്പത്തിൻ്റെ മാവ് നല്ല പെർഫെക്റ്റ് ആണെങ്കിൽ മാത്രമേ ഇങ്ങനെ കുഴികൾ ഇതിനുള്ളിൽ വരത്തുള്ളൂ. 1 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ അപ്പം റെഡിയാവും. ഇതിൻ്റെ അടപ്പൊന്ന് മാറ്റി നോക്കാം. അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം ഇവിടെ തയ്യാറായി. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.